പട്ടിണിയുള്ള ഒരു ലോകത്ത് നിങ്ങളവർക്ക് ഭക്ഷണം കൊടുപ്പിനെന്ന് യേശുക്രിസ്തു പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി മതമെന്ന് പറയുന്നതും ആത്മീയത ദൈവം എന്ന് പറയുന്നതും. മതം എപ്പോഴും അതിൻ്റെ തുടക്കം മുതൽ ഒരുതരം അധികാര പ്രവണത കാണിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് എന്നെ ചേർത്ത് നിർത്തുന്നതിന് പകരം അകറ്റി നിർത്തുകയാണ് മതങ്ങളുടെ പൊതുവായ സ്വഭാവം. മതമില്ലാതെ ലോകത്തെ ആളുകൾക്ക് ഇന്ന് ജീവിക്കുവാൻ കഴിയുമെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അതേ രീതിയിലായി ലോകത്തിൻ്റെ ഭരണക്രമം എല്ലാം. മതത്തിൻ്റെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ എവിടെയാണ് സ്ത്രീ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് മതത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും സ്ത്രീ അകറ്റി നിർത്തപ്പെടുന്നത്? എവിടെയാണ് സ്ത്രീയുടെ സ്ഥാനം? എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു 4 മിനിറ്റ് വൈകി, അതിൽ ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു വാർത്ത വന്നിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൗതുകരമായൊരു വാർത്തയാണ്. ചിലർക്ക് ചിരി വരികയും എന്നാൽ നിയമപരമായി നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ്. അതായത് പ്രായമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. മൂപ്പര് എന്തോ അസുഖം വയ്യായികളുണ്ടായിരുന്നു. മൂപ്പര് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വന്ന് ഒരു സ്ഥലത്തിരുന്ന് അപ്പോൾ മൂപ്പര് പ്രഖ്യാപിച്ചു, ഞാൻ സമാധിയായി എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ മോനോട് പറഞ്ഞു, ഞാൻ സമാധിയായി, എന്നെ എത്രയും പെട്ടെന്ന് അടക്കം ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് നല്ല സന്മനസ്സുള്ള മോനെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മൂപ്പരെ ബോഡീൻ്റെ പുറത്തപ്പാട് കോൺക്രീറ്റ് ഇട്ട് മൂടി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വാർത്ത കേൾക്കുന്നത്. ഇനി അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുകയും ചർച്ച ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഈ മതം എന്ന് പറയുന്ന സംഗതി നമ്മുടെ നാടിനെ എവിടെ അല്ലെങ്കിൽ എത്രത്തോളം കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സാധ്യതകളും സാധ്യതയില്ലായ്മകളിലേക്കൊക്കെയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ നമുക്ക് അധികം ലാഗില്ലാണ്ട് പരിപാടിയിലേക്ക് കടക്കാം. ഇവർ 3 പേരും മതത്തെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ വിശദമായി സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ഈ കൂടുതൽ പറയുന്നത് കൊണ്ട് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവർ തന്നെ സംസാരിക്കട്ടെ. തിരുമേനി, എന്താണ് ശരിക്കും ഈ മതം എന്ന് പറഞ്ഞാൽ? മതം, ആത്മീയത ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. മതത്തിന് മതമിളകിയ ഒരു കാലം എന്നൊക്കെ പറയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ മതം എന്ന് പറയുന്ന ഒരു അഭിപ്രായം മാത്രമാണ്. ആത്മീയത എന്നാണ് നമ്മൾ ഈ ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നത്. മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ആത്മീയതയാണ് എല്ലാ മതങ്ങളും അതിൻ്റെ പ്രഭവത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇന്ന് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന, കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന മതങ്ങൾ ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ കാലത്ത് ഒരാഗോളീകൃത ആത്മീയത, വിപണിയുടെ ആത്മീയത ഈ കച്ചവടവൽക്കരിക്കപ്പെട്ട മതങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. മതം എന്ന് പറയുന്നത് മനുഷ്യനെയും പ്രകൃതിയെയും ചേർത്ത് നിർത്തുന്ന ഒന്നാണെങ്കിൽ ഇന്ന് അത്തരം ആത്മീയതയ്ക്കും മതബോധങ്ങൾക്കും കെ ജയകുമാർ സാറൊക്കെ പറയുന്ന പോലെ അതിനൊക്കെ ഒരു ഗ്രഹണം ബാധിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന, പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്ന പ്രഭവത്തിലുള്ള മതങ്ങളെ, മതധാരകളെയും ആത്മീയതകളെയും തിരിച്ചു പിടിക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പട്ടിണിയുള്ള ഒരു ലോകത്ത് നിങ്ങളവർക്ക് ഭക്ഷണം കൊടുപ്പിനെന്ന് യേശുക്രിസ്തു പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി മതമെന്ന് പറയുന്നതും ആത്മീയത ദൈവം എന്ന് പറയുന്നതും.
അപരോന്മുഖമായി ജീവിക്കുവാൻ യേശുക്രിസ്തു പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന കാലത്ത് വിദ്വേഷം, അപരനെ വെറുക്കുവാനും വിദ്വേഷിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം, അതിന് മതത്തിൻ്റെയും ആത്മീയതയുടെയും പിൻബലം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുന്നതാണ് യഥാർത്ഥ മതം, യഥാർത്ഥ ആത്മീയത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യോന്മുഖമാകണം, പരിസ്ഥിതി കേന്ദ്രീകൃതമാകണം, പ്രകൃതിയെ കരുതുന്നതാവണം യഥാർത്ഥ മതവും ആത്മീയതയും. എൻ്റെ നിത്യേനയുള്ള ഭക്ഷണം എൻ്റെ അടിസ്ഥാന ഭൗതിക ആവശ്യമാണ്. എന്നാൽ എൻ്റെ അയൽക്കാരൻ്റെ നിത്യേനയുള്ള ഭക്ഷണം എൻ്റെ ആത്മീയതയാണ്, ആത്മീയ ആവശ്യമാണെന്ന് റഷ്യൻ ചിന്തകനായ ബർജായേവ് പറയുന്നത് അതുകൊണ്ടാണ് ഗാന്ധിജിയും പറയുന്നത്, വിശക്കുന്നവന് അപ്പം, മതം അപ്പത്തിൻ്റെ രൂപത്തിലാവണം എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു മതവും ആത്മീയതയും നമുക്ക് ആവശ്യമില്ല. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുകയും അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ മതങ്ങളും അതിൻ്റെ പ്രഭവത്തിൽ മുന്നോട്ട് വയ്ക്കുന്നതും നമ്മളത് തിരിച്ചു പിടിക്കേണ്ടതും. മുസ്തഫ മൗലവിയോട് ചോദിക്കാം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് മതം എന്നുള്ളത്. നമുക്ക് അതിനുശേഷം ഓരോ ചോദ്യങ്ങളായിട്ട് 3 പേരോടും ചോദിച്ച് അടുത്ത വിഷയത്തിലോട്ട് വരുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. മതം എന്നാലെന്ത് എന്ന മോഡറേറ്ററുടെ ചോദ്യത്തിന് മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോഴേ ഉത്തരമാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മതം ഒരു വഴിക്കും ആധ്യാത്മികത മറ്റൊരു വഴിക്കുമാണ് സഹസ്രാബ്ദങ്ങളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മതങ്ങൾക്ക് മുൻപേ ആധ്യാത്മികതയുണ്ട്. ആധ്യാത്മികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മഭാവമാണ്, പ്രണയഭാവമാണ്. അത് പക്ഷേ അധികാര സ്വഭാവമുള്ള മതവുമായി ചേർന്ന് പോകുന്നതല്ല. മതം എപ്പോഴും അതിൻ്റെ തുടക്കം മുതൽ ഒരുതരം അധികാര പ്രവണത കാണിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ചേർത്ത് നിർത്തുന്നതിന് പകരം അകറ്റി നിർത്തുകയാണ് മതങ്ങളുടെ പൊതുവായ സ്വഭാവം. ശുദ്ധിവാദത്തിൻ്റെയും മേന്മാവാദത്തിൻ്റെയും വർത്തമാനമാണ് എപ്പോഴും മതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാത്രം ശരി, ബാക്കിയെല്ലാം തെറ്റ്. ഞങ്ങൾ മാത്രം മോക്ഷത്തിന് അർഹർ, ബാക്കിയെല്ലാവരും നരകവാസികൾ അല്ലെങ്കിൽ മോശക്കാർ. ഞങ്ങളുടെ ദേവാലയം ഏറ്റവും വിശുദ്ധം, മറ്റ് ദേവാലയങ്ങളൊക്കെ അശുദ്ധം. ഞങ്ങളുടെ ദൈവസങ്കല്പം കേവം, മറ്റുള്ളതൊക്കെ മോശം എന്നിങ്ങനെയുള്ള ഒരു തരം അകറ്റി നിർത്തലിൻ്റെ പുറത്താക്കലിൻ്റെ ഭാഷ്യമാണ് മതങ്ങൾക്കുള്ളത്. എന്നാൽ ആധ്യാത്മികത എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, അവിടെ മനുഷ്യൻ മാത്രമല്ല, അവിടെ മനുഷ്യരല്ലാത്ത ജീവികൾക്ക് കൂടി ഇടമുള്ള ഒരു പ്രതലമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്ന് ഗുരു പറയുന്നത് ആധ്യാത്മികതയാണ്. അവിടെ മനുഷ്യ കേന്ദ്രീകൃതമല്ല, മറിച്ച് സകല ജീവികൾക്കും സുഖം വരുത്തണമെന്ന അദമ്യമായ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നത്. ഹിറാ ഗുഹയിൽ അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം ലഭിച്ചു, ഈശ്വര ദർശനം ലഭിച്ചു, സത്യദർശനം ലഭിച്ചു. ഈ സത്യദർശനം എന്ന് പറയുന്നത് ആധ്യാത്മിക ഭാഷയിൽ പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ ലഹരിയുടെ മൂർത്ത സ്വഭാവത്തിലുള്ളതാണ്. അവിടെ അവർക്ക് ഇരിക്കാം. മരുത്താമലയിൽ ശ്രീനാരായണ ഗുരുവിനുണ്ടായത്, യേശുവിനുണ്ടായത്, സീനായിൽ മോസസിനുണ്ടായതൊക്കെ അതാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് അവർ താഴോട്ടിറങ്ങി വരുന്നുണ്ട്. ഖുർആനിൽ മുഹമ്മദ് നബിയോട് പറയുന്നുണ്ട്, നീ താഴോട്ടിറങ്ങുക, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ എന്നിങ്ങനെ ഒരു വചനമുണ്ട്. നീ താഴോട്ടിറങ്ങുക, മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുക, അവരെ ശുദ്ധിയുള്ളവരാക്കാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് ഗുരുവും പറഞ്ഞത്. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു. മരുത്താമലയിൽ സത്യദർശനം കിട്ടിയതിന് ശേഷം താഴോട്ടിറങ്ങി വന്ന് ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ നരകിക്കുന്ന മനുഷ്യമക്കൾക്ക് വേണ്ടി അവർക്കിടയിൽ നിൽക്കുവാനാണ്. അപ്പോൾ മനുഷ്യനെ ചേർത്ത് നിർത്തുക, ജീവജാലങ്ങളെ ചേർത്ത് നിർത്തുക, പ്രകൃതിയെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. എന്നാൽ മതമാകട്ടെ അങ്ങനെയല്ല.
മതം പറയുന്ന ഭാഷ്യം മറ്റൊന്നാണ്. അവിടെ അപരനിടമില്ല. വർത്തമാനങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും അപരനിടമില്ല. എൻ്റെ ദേവാലയം, എൻ്റെ മതം, എൻ്റെ ദൈവം എന്നിങ്ങനെ സങ്കുചിത ഭാവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരുതരം വർത്തമാനമാണ് മതങ്ങൾ പറയാറുള്ളത് എന്നർത്ഥം. അപ്പോൾ മതത്തെ ആധ്യാത്മികവൽക്കരിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരും ഗുരുക്കന്മാരും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ മതം വഴുതിമാറി, ഗുരുക്കന്മാരുടെ കൈകളിൽ നിന്ന്, വേദങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിമാറി അതതിൻ്റെ അധികാര സ്വഭാവത്തോടു കൂടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആധ്യാത്മികത മറ്റൊന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആധ്യാത്മികതയിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചേർത്ത് നിർത്തലിൻ്റെ ഭാവമുള്ളത് എന്ന് ചുരുക്കം. സ്വാമി എല്ലാവർക്കും സുപരിചിതനായ ആളാണ്. വീഡിയോ രൂപത്തിലും മറ്റും മതത്തെയും അതിൻ്റെ ആധ്യാത്മിക സ്വഭാവങ്ങളെയും ഒക്കെ കുറിച്ച് നമ്മളോട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സ്വാമിയോട് ചോദിക്കാം, എന്താണ് ഈ അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ മതം ഒക്കെ പറഞ്ഞ? എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ 2 പരാമർശങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതിനോട് യോജിക്കുക എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. മതമെന്ന് പറയുന്നത് ആത്മീയതയുടെ പുറന്തോടാണ്. മതത്തിൻ്റെ ആകെ കാമ്പെന്ന് പറയുന്നത് ആത്മീയതയാണ്. മനുഷ്യൻ ആത്മീയതയിലാണ് ആദ്യം വിശ്വസിച്ചത്. പിന്നീടാണ് മതങ്ങൾ അതിനെ കമ്പാർട്ട്മെൻറ്റ് ചെയ്തത്. ഇപ്പോൾ ലോകത്തിൻ്റെ മൊത്തം ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളായിട്ടുള്ള ആളുകൾ മതത്തിൻ്റെ വേലിക്കെട്ടുകളിലാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ വ്യത്യസ്തതകൾ മതങ്ങൾ തമ്മിലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മതത്തിൻ്റെ ഉൾപ്പിരിവുകൾ തമ്മിലുള്ള വളരെ വലിയ വ്യത്യാസം, അത് വിശ്വാസത്തിലാണെങ്കിലും ആചാരക്രമത്തിലാണെങ്കിലും അനുഷ്ഠാനത്തിലാണെങ്കിലും ഒരേ മതങ്ങളിലുള്ള ആളുകൾ തമ്മിൽ അതിൻ്റെ പേരിൽ വർഗീകരിക്കപ്പെടുന്നൊരു സാഹചര്യം യഥാർത്ഥത്തിലുണ്ടാകുന്നു. അപ്പം മനുഷ്യന് ആത്യന്തികമായി വേണ്ടത്, ഇപ്പോൾ ദൈവത്തെ കാണാനായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ പരാധീനതകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ രോഗങ്ങളും ഒക്കെ മാറുന്നതിനായിട്ടാണ് ദൈവത്തെ ഒരാൾ യഥാർത്ഥത്തിൽ കാണുന്നത്. പക്ഷേ അത് ആത്മീയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തന്നെയും അതിനെ മറ്റൊരു തരത്തിൽ ചൂഷണം ചെയ്യുകയും ആളുകളെ വേറൊരു രീതിയിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇപ്പോൾ ദൈവത്തെ ആദിമകാലത്ത് മനുഷ്യൻ എന്തിനെങ്കിലും പേടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ദൈവത്തെ വിശ്വസിക്കുവാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യന് പരിണാമം പ്രാപിക്കുമ്പോൾ, ലോകത്തിന് പരിണാമം പ്രാപിക്കുമ്പോൾ അവിടെയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായിട്ട് ഗുരുക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ വന്നു. അവരെ വിശ്വസിച്ച ആളുകൾ പിന്നീട് ഒരു മതമായി മാറുകയും അത് വളരുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ അകക്കാമ്പായ ആത്മീയത നഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇന്ന് കാണുന്ന യഥാർത്ഥത്തിലുള്ള അപജയങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് മതത്തിൽ ആത്മീയത മരവിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദ്രവിക്കുന്നത് കൊണ്ടാണ്. കാലികമായ മാറ്റം വരേണ്ടത് യഥാർത്ഥത്തിൽ ഇതിനാണ്. ഇപ്പം മതമില്ലാതെ ലോകത്തെ ആളുകൾക്ക് ഇന്ന് ജീവിക്കുവാൻ കഴിയുമെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അതേ രീതിയിലായി ലോകത്തിൻ്റെ ഭരണക്രമം എല്ലാം. അങ്ങനെയാണ് എങ്കിൽ ഓരോ മതത്തിലുള്ള ആളുകൾ അതിനുള്ളിലെ ആത്മീയത വളർത്തിയെടുക്കുവാൻ ആസ്പദമായ നിലയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത്. അതാണ് ഇവർ രണ്ടുപേരും ഇവിടെ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചതും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ പ്രോഫറ്റ് മുഹമ്മദ് പറഞ്ഞു, കലഹിക്കുന്നവരുടെ ആത്മീയത അല്ലെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അതാണ് പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പം നമ്മുടെ ഭാരതീയമായ ഈ സനാതനം എന്ന് പറയുന്ന വാക്ക് ഞാൻ അസ്ഥാനത്ത് ഉപയോഗിക്കുന്നതല്ല, ആർഷഭാരതത്തിൻ്റെ പാരമ്പര്യത്തെ സംബന്ധിച്ചൊരു കാര്യമായിട്ട് ഉപയോഗിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു. അത് ഭാരതീയരായിട്ടുള്ള ആളുകൾക്ക് സൗഖ്യമുണ്ടാകണമെന്നല്ല പറഞ്ഞു, അല്ലെങ്കിൽ അമേരിക്കക്കാർക്കുണ്ടാകണമെന്നല്ല പറഞ്ഞു, അല്ലെങ്കിൽ ജപ്പാൻകാർക്കോ അല്ലെങ്കിൽ തായ്ലൻഡുകാർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ആളുകൾക്ക് മാത്രം ഉണ്ടാകണമെന്നല്ല പറഞ്ഞു. ലോകത്തിന് മൊത്തം സൗഖ്യം വരണം. അത് നമ്മുടെ
ഭാരതം ലോകത്തിന് നൽകുന്ന ആത്മീയതയാണ്. ഇപ്പോൾ യേശു പറഞ്ഞ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ, പ്രവാചകന്മാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഒരു മതത്തെ അതിനു നേരെ കോർമ്പല്ലുകൾ ഉയർത്താനോ അല്ലെങ്കിൽ അതിനെ നിരാകരിക്കാനോ അതിനെ തിരസ്കരിക്കാനോ പറഞ്ഞിട്ടില്ല. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും ലോകത്തിന് ആവശ്യമായ ആത്മീയത അതിൻ്റേതായിട്ടുള്ള കാലഘട്ടത്തിൽ ആളുകൾക്ക് നേരായ നിലയിൽ വഴി നടത്താൻ പ്രവാചകന്മാർ കാണിച്ചു കൊടുത്തു. അനുയായികളായ ആളുകൾ അതിനെ പിന്തുടർന്ന് ജീവിച്ച സമയത്ത് പിൽക്കാലങ്ങളിൽ അതൊരു മതമായി രൂപപ്പെടുകയും പിന്നെ ഈ പറയുന്ന രീതിയിൽ അത് വികസിച്ചോ അല്ലാതെയോ പരിണാമം പ്രാപിക്കുകയൊക്കെ ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്തിന്ന് മതവും ആത്മീയതയും തമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. മതത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടുമുള്ള മറുപടികൾ ഇവർ 3 പേരും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ സംഘാടകർ ഇതുമായിട്ട് നമ്മൾ ചോദ്യം എങ്ങനെയാണ്, ചോദ്യോത്തരം ഇവർ ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് ചോദ്യങ്ങൾ അവസാനമാണോ? അവസാനമാണല്ലേ, ഓക്കെ. അടുത്ത എൻ്റെ ഒരു സംശയമാണ്, നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ഒരു സംശയമാകാനാണ് സാധ്യത. ഈ ശിരോവസ്ത്രം എന്ന് പറയുന്ന മതത്തിൻ്റെ അടയാളമായ എന്ന് പറയപ്പെടുന്ന വസ്ത്രത്തിനകത്ത് നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും മതത്തെയും വിശ്വാസത്തെയും വിമർശിക്കാൻ പാടുണ്ടോ? വിമർശിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? നമുക്ക് തിരുമേനിയിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. വളരെ സെൻസിറ്റീവായിട്ടുള്ള എന്നാൽ കാലിക പ്രസക്തിയുള്ളൊരു ചോദ്യമാണത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മതങ്ങൾ അതിൻ്റെ പ്രഭവത്തിൽ ആചാരങ്ങളോ ദുരാചാരങ്ങളോ സംഘടനകളോ സ്ഥാപിതവൽക്കരിക്കപ്പെട്ട ചില ആശയങ്ങളൊന്നും ആയിരുന്നില്ല. അത് വിമോചനാത്മകമായിരുന്നു. മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും നന്മയും സ്വാതന്ത്ര്യവും വിമോചനവും ലക്ഷ്യമാക്കുന്ന ഒരാശയ പരിസരവും ആയിരുന്നു എല്ലാ മതങ്ങളും അതിൻ്റെ ഉൽപ്പത്തിയിൽ. എന്നാൽ അതിന് മാറ്റം വന്നത് അധികാരവുമായിട്ട്, മൗലവി പറഞ്ഞ പോലെ അധികാരവുമായിട്ട് അതിന് ബന്ധം വരികയും, ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചില്ല. ക്രിസ്തു ഒരു വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു. ധർമ്മത്തിൻ്റെയും നീതിയുടെയും വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒരു മാർഗം, ഒരു ധർമ്മമാർഗം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിൻ്റെ ആദ്യകാലത്ത് അങ്ങനെ കുറേ നാൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ബൈബിളിലൊക്കെ അത് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന സോഷ്യലിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രാഗ്രൂപം ആദിമസഭയിൽ നമുക്ക് കാണാവുന്നതാണ്. അവിടെ പങ്കിടലായിരുന്നു, തുല്യനീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം മാറിയത് പിന്നീട് ഇതിൻ്റെ സ്ഥാപനവൽക്കരണം വരുന്നത് റോമാ സാമ്രാജ്യത്തിലെ പ്രവണതകളാണ്. ഇപ്പം തമിഴ്നാട്ടിലെ പെരിയോർ, അദ്ദേഹത്തോടൊരിക്കൽ ഒരാൾ ചോദിച്ചു, അയ്യ, ഈശ്വരവിശ്വാസികളെയും ഈശ്വരവിശ്വാസമില്ലാത്തവരെയും പെട്ടെന്ന് തിരിച്ചറിയാൻ എന്താ ഒരു മാർഗം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു പോലും. നിങ്ങളൊരു ആരാധനാലയത്തിന് മുമ്പിൽ ഒരു കാണിക്ക വഞ്ചിയോ നേർച്ചപ്പെട്ടിയോ കണ്ടാൽ അതിൻ്റെ അർത്ഥം അവർ ഈശ്വരവിശ്വാസികളാണെന്നാണ്. എന്നാൽ ഈ നേർച്ച പെട്ടിക്കും കാണിക്ക വഞ്ചിക്കുമൊക്കെ പൂട്ടുവെച്ചാൽ, ലോക്ക് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ദൈവവിശ്വാസമില്ലെന്നാണ്. അത് വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കുള്ളത് പൂട്ടിവെക്കാനുള്ളതല്ല, കൂട്ടിവെക്കാനുള്ളതല്ല, അത് പങ്കിടാനുള്ളതാണ് എന്നുള്ളതാണ് ആത്മീയതയും മതവും ഒക്കെ പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തുമതം, ക്രിസ്തു സ്ഥാപിക്കാത്ത ക്രിസ്തുമതം ഇങ്ങനെ ആയിപ്പോയത്, സ്ഥാപനവൽക്കരിക്കപ്പെട്ടത്, വാണിജ്യവൽക്കരിക്കപ്പെട്ടത്, കമ്പോളവൽക്കരിക്കപ്പെട്ടത്, ഒരു വലിയ സാമ്രാജ്യമായി മാറിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, KC വർഗീസ് സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, വിശദമായിട്ട് എഴുതിയിട്ടുള്ളതാണ്, പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയാകുകയും അദ്ദേഹം ഒരു സാമ്രാജ്യത്വ ഭാവം ക്രിസ്തു മതത്തിന് കൊടുക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് സാമ്രാജ്യത്വ ഭാവം പല രൂപത്തിലും ഒക്കെ
ക്രിസ്തുമതം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇത് എല്ലാ മതങ്ങൾക്കും സംഭവിച്ചിരിക്കുന്ന ഒരു അപജയമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ജനകീയ മുന്നേറ്റമായിരുന്ന ക്രിസ്തു മാർഗത്തെ സമ്പന്നരുടെയും വരേണ്യവർഗത്തിൻ്റെയും അധികാരവർഗത്തിൻ്റെയും ഒക്കെ ഒരു സ്ഥാപനമാക്കി മാറ്റിയതിൽ പല പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളിന്ന് കാണുന്നത്. അതുകൊണ്ട് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിഷാന്ത് സൂചിപ്പിച്ച ഈ പ്രവണതകൾ. അതുകൊണ്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ശിരോവസ്ത്രം അധികാരത്തിൻ്റേതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴേ മാറ്റമുണ്ടാകുകയുള്ളൂ. അത് ശുശ്രൂഷിക്കാനുള്ളതാണ്, സെർവ് ചെയ്യാനുള്ളതാണ്, അതൊരു സിമ്പലാണ് എന്ന് മാത്രം ചിന്തിക്കുന്നിടത്താണ് അത് സെർവ് ചെയ്യാനുള്ളതാണ്, ശുശ്രൂഷിക്കാനുള്ളതാണ്, ദാസവേഷമാണ്, ശുശ്രൂഷാവേഷമാണ്. ഇപ്പം ഞങ്ങളൊക്കെ പല ലെയർ കുപ്പായങ്ങളൊക്കെ ധരിക്കും ആരാധനയുടെ സമയത്ത്. പക്ഷെ അടിസ്ഥാനപരമായിട്ടൊരു കുപ്പായമേ ഉള്ളൂ, ബാക്കിയൊക്കെ പിന്നെ വന്നതാണ്. ആ കുപ്പായത്തിന് ഞങ്ങളുടെ ആരാധനയിൽ പറയുന്നത് ശുശ്രൂഷ കുപ്പായം എന്നാണ്. അതിനപ്പുറത്ത് വലിയ ബാക്കിയൊക്കെ ഗ്ലിറ്റർ കാണിക്കാനുള്ളതാണ്. ഈ ശുശ്രൂഷിക്കാനുള്ള കുപ്പായത്തിന് വില കുറയുകയും ആഡംബരത്തിനും ധൂർത്തിനും പ്രകടനപരതയ്ക്കുമുള്ള ശിരോവസ്ത്രങ്ങൾക്കും മറ്റു വസ്ത്രങ്ങൾക്കും ഒക്കെ വില കൂടുകയും ചെയ്തതാണ് മതത്തിൻ്റെയും ആത്മീയതയുടെയും സ്ഥാപനവൽക്കരണവും ആഗോളവൽക്കരണവും. അതിനൊരു മാറ്റം വരണം. പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പത്രോസ് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ പറഞ്ഞു. ഞങ്ങളുടെ കർത്താവിനെ കൊണ്ട് നിനക്ക് സൗഖ്യം തരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ സ്ഥാനത്ത് പത്രോസിൻ്റെ പിൻഗാമികളായിട്ട് നിൽക്കുന്ന ഞങ്ങൾ പറയുന്നത് ആകപ്പാടെ കയ്യിലുള്ളത് പൊന്നും വെള്ളിയാണ്, അതങ്ങോട്ട് തരാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ ഈ സൗഖ്യമാകാൻ പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല, ഞങ്ങളുടെ കുഴപ്പമാണോ എന്നറിയത്തില്ല, നേർ വിപരീതമായിട്ട് മാറുകയാണ്. അപ്പോൾ എന്താണോ മതവും ആധ്യാത്മികതയും ഒക്കെ അതിൻ്റെ പ്രഭവത്തിൽ തിരസ്കരിച്ചത്, അധികാരം, സമ്പത്ത്, ഇതെല്ലാം തിരിച്ചു പിടിച്ച് ഒരു വലിയ സ്ഥാപനമായിട്ട് മതങ്ങൾ മാറുകയും ഈ ശിരോവസ്ത്രം ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളും അംശവസ്ത്രങ്ങളും സ്ഥാനചിഹ്നങ്ങളുമൊക്കെ അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ചിഹ്നങ്ങളായി ഭാഷാന്തരം ചെയ്യുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മതങ്ങൾക്കും സഭകൾക്കും വന്ന അപജയം. അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഈ അധികാരം തന്നെ ഇല്ലാതെയാവണം. ഞാൻ എപ്പോഴും ഇപ്പോൾ അടുത്ത കാലത്താണ് എനിക്കത് പൂർണ്ണമായിട്ട് ഞാൻ 1 വർഷം മുമ്പാണ് അധികാരങ്ങൾ ഉപേക്ഷിച്ച് റിട്ടയർ ചെയ്തത്. എനിക്ക് ചെറിയൊരു അധികാരമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ ഭദ്രാസനമാണ്. പക്ഷേ അതിൻ്റെ പോലും വലിപ്പം, ഭീകരത എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് അധികാരം വിട്ടൊഴിഞ്ഞപ്പോഴാണ്. യേശുക്രിസ്തു എല്ലാ അധികാരങ്ങളും വിട്ടൊഴിയാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്ന് അധികാരങ്ങളുടെ ഒരു കേന്ദ്രീകരണം ആണ് സഭകളിലും മിക്കവാറും എല്ലാ മതങ്ങളിലുമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അധികാര കേന്ദ്രീകരണമില്ലാത്ത, വികേന്ദ്രീകരണം പോലും ആവശ്യമില്ല, സെർവ് ചെയ്യാനായിട്ട് പവർ ആവശ്യമില്ല. അതുകൊണ്ട് പവർലെസ്നെസ്, അധികാരമില്ലാത്ത, അതെല്ലാവർക്കും ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നു. സഭകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഇന്ന് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളാണ്. ഈ അധികാരത്തിൻ്റെ പൊളിറ്റിക്സ് ഇല്ലാതാകുന്നിടത്തെ സഭകളും മതങ്ങളും ആധ്യാത്മികതയിലേക്ക് തിരിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് ബുദ്ധനൊക്കെ പറഞ്ഞ റിനൗൺസിയേഷൻ, അത് നമ്മളെന്ന് പ്രാവർത്തികമാക്കുന്നോ അന്ന് ഈ അപജയങ്ങളില്ലാതാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാഹിബ്, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൺസേണാണ് ആർക്കാണ് ഈ മതത്തെ വിമർശിക്കാൻ അർഹതയുള്ളത്? വലിയ ചോദ്യമാണ്, പുതിയ കാലഘട്ടം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. തീർച്ചയായും ഈ മതവിമർശനം അല്ലെങ്കിൽ മതാചാരം, നിശാന്ത് തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് വരാമെന്ന് തോന്നുന്നു. ഈ ആചാരങ്ങൾ, അംഗവസ്ത്രങ്ങൾ, പിന്നെ പാരമ്പര്യം, ഇതൊക്കെ വലിയ മൂല്യമായിട്ടാണ് കരുതപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആചാരങ്ങൾ മൂല്യമാണോ? ആചാരങ്ങൾ മനുഷ്യൻ എന്ത് സമ്മാനിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആചാരങ്ങൾ മതത്തെ കൈവിടാതെ പിടിച്ചു നിർത്തുന്നതിന്, വഴുതിപ്പോകാതെ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. പള്ളി, അമ്പലം, ചർച്ച്, നിസ്കാരം, ഇങ്ങനെ പറയുന്ന സംഗതികളൊക്കെ വ്യക്തിനിഷ്ഠമായ രീതിയിൽ നിർവഹിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതൊരു സാമൂഹികമായൊരു ക്രമത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ, പള്ളിയില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നോക്കും, മുസ്ലിങ്ങൾക്ക് മസ്ജിദ് ഇല്ലെങ്കിൽ പിന്നെ ആ മതത്തിനൊരു അധികാര സ്വഭാവം കൈവരിക്കാൻ കഴിയില്ല. ചർച്ചില്ലെങ്കിൽ, അമ്പലങ്ങളില്ലെങ്കിൽ. അപ്പോൾ ഒരു ആരാധനാലയങ്ങൾ പോലും പുറമെ കാണുന്ന സകല അടയാളങ്ങളും മതത്തെ പിടിച്ചു നിർത്തുന്നതിനുള്ള ഉപാധിയാണ്. ആചാരങ്ങൾ അങ്ങനെ ഉണ്ടായിത്തീർന്നതുമാണ്. യഥാർത്ഥത്തിൽ വേദങ്ങളോ പ്രവാചകന്മാരോ, ഇപ്പോൾ മുഹമ്മദ് നബിയുടെ തുടക്കം എങ്ങനെയാണെന്ന് ജ്ഞാനപരമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായിക്കുക, ജ്ഞാനപരമായിരുന്നു. പിന്നെ അത് ആചാരത്തിലേക്ക് വഴുതി വീഴുകയാണ്. പിന്നെ നേരത്തെ തിരുമേനി പറഞ്ഞതുപോലെ
ഇസ്ലാമിലും ഒരു ഡൈവേർട്ട് ചെയ്ത ഇസ്ലാമിനെ എൻ്റെ ഒരു ട്വിസ്റ്റ് നടന്നൊരു പോയിന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്, മുആവിയ എന്ന് പറയുന്ന അമവി ചക്രവർത്തി ഇസ്ലാമിൻ്റെ ഭരണം പ്രവാചകൻ്റെ മരണശേഷം 10-20 വർഷങ്ങൾക്ക് ശേഷം പിടിച്ചതോടുകൂടി ആ ജ്ഞാനപാരമ്പര്യം നഷ്ടപ്പെടുകയും പിന്നീട് ആചാരപരതയിലേക്ക് മാറുകയും ചെയ്തു. പിന്നീട് ആചാരമായി, പിന്നെ താടിയായി, ആ താടിയുടെ നീളമായി, പിന്നെ വസ്ത്രം, ഒരു യൂണിഫോമിറ്റി മൊത്തം എല്ലായിടത്തും കൊണ്ടുവന്നു. അങ്ങനെ മതത്തെ ഒരു ഏക സ്വഭാവത്തിലുള്ള ഏകമുഖമായ ഒന്നാക്കി മാറ്റുക. നിങ്ങൾ എവിടെ കണ്ടാലും മുസ്ലിമാണെന്ന് തിരിച്ചറിയപ്പെടണം. അങ്ങനെ നിങ്ങൾക്ക് സ്ത്രീയാണെങ്കിൽ അങ്ങനെ, സ്ത്രീകളാണ് ഈ എല്ലാ മതങ്ങളുടെയും ഭാരങ്ങൾ മുഴുവൻ സഹിക്കാൻ വിധിക്കപ്പെട്ടവർ സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള സിന്ദൂരം അവർക്കാണ്, പിന്നെ പർദ്ദ അവർക്കാണ്. അങ്ങനെ പ്രത്യേകമായ വേഷവിധാനങ്ങളോടുകൂടി അങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജ്ഞാനപരത നഷ്ടപ്പെടുകയും, ജ്ഞാനപരത തന്നെയാണ് ആധ്യാത്മികതയുടെ ആധാരമായിരിക്കുന്നത്. ജ്ഞാനപരത നഷ്ടപ്പെടുകയും ആചാരപരത മതങ്ങളെ ഗ്രസിക്കുകയും ചെയ്തു. അത് പിന്നീട് പിന്നെ എനിക്ക് തോന്നുന്നു ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിട്ടുള്ളത് കർമ്മങ്ങളുടെ ശാസ്ത്രമാണ്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, മനുഷ്യൻ്റെ ഭാവങ്ങൾ, മനുഷ്യൻ്റെ പ്രശ്നങ്ങളല്ല അവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പോഴും അറബി കോളേജ് ഞാൻ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോളേജുകളിൽ ഉൾപ്പെടെ പഠിപ്പിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളല്ല, ആചാരങ്ങളെ സംബന്ധിച്ചുള്ള മുടിനാരിഴ കീറിയിട്ടുള്ള ചർച്ചകളാണ്. ഇവിടെയാണ് പുരോഹിതന്മാരെന്ന് പറയുന്നവർ, പണ്ഡിതന്മാരെന്ന് പറയുന്നവർ മനുഷ്യരിൽ നിന്ന് എങ്ങനെയാണ് അകന്നു പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നത്. നിശാന്ത് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ആരാണ് മതത്തെ വിമർശിക്കേണ്ടത് എന്നാണ്. മതത്തെ വിമർശിക്കേണ്ടത് മനുഷ്യനാണ്. കാരണം മതത്തിൻ്റെ സകല കെടുതികളും അനുഭവിക്കുന്നത് അവനാണ്. മതം ഉണ്ടാക്കുന്ന സകല കെടുതികളും, യുദ്ധങ്ങൾ ഉൾപ്പെടെ പ്രശ്നങ്ങൾ, എന്തൊക്കെ ലോകത്ത് ഇന്ന് മതത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് മനുഷ്യരാണ് തീർച്ചയായിട്ടും. പക്ഷേ മതം വിമർശിക്കപ്പെടരുതെന്നും മതം ചോദ്യം ചെയ്യപ്പെടരുതെന്നും മതത്തെക്കുറിച്ച് വല്ലയിടത്തും പറയുമ്പോഴേക്കും വികാരപ്പെടുന്ന വ്രണം, ഇങ്ങനെ വികാരപ്പെടുന്ന വ്രണമാണെങ്കിൽ വ്രണപ്പെടുന്ന വികാരമാണെങ്കിൽ അത് വ്രണപ്പെടേണ്ടതാണ്. കാരണം അങ്ങനെ പൊട്ടാൻ പോകുന്ന ഒരു ബോംബായിട്ട് മതം നിൽക്കരുതല്ലോ. വിമർശനാത്മകമായി വിലയിരുത്തുകയും എന്നിട്ട് അതിനെ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. വിമർശിക്കരുത്, മതത്തെ വിമർശിച്ചാൽ ആകാശം പിടിഞ്ഞു പോകും എന്ന മാതിരിയുള്ള വർത്തമാനങ്ങളാണ് യഥാർത്ഥത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. മതം വിമർശിക്കപ്പെടണം, മതം നിശിതമായി നിരൂപണം ചെയ്യപ്പെടണം, മതത്തിൻ്റെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം. നവീകരിച്ചാണ് ഇന്നത്തെ മതം ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ആ നവീകരണം ഇനിയും നടക്കണമെങ്കിൽ നിശ്ചിതമായ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടണം. ഇതൊരു വാക്ക് പറയുമ്പോഴേക്കും പൊട്ടിത്തെറിച്ച് ആളുകൾ ഇറങ്ങിത്തിരിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് ബാക്കിയുള്ളിടത്തൊക്കെ ജനാധിപത്യം വേണം. ഇങ്ങനെയാണ് പറയുന്നത്. ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും ജനാധിപത്യം വേണം, രാഷ്ട്രീയത്തിൽ വേണം, മറ്റു കാര്യങ്ങളിലൊക്കെ. മതത്തിൽ ജനാധിപത്യം പാടില്ല, അവിടെ ആരും വിമർശിക്കരുത്. എന്നാലോ ഇതിൻ്റെ എല്ലാ കെടുതികളും, ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാന്ന് ചോദിച്ചാൽ ഈ ക്ലർജി സിസ്റ്റമാണ്, പുരോഹിത സിസ്റ്റമാണ്. ഇസ്ലാമിൽ പറഞ്ഞാൽ പണ്ഡിതന്മാരാണ്. അവരാണ് ഇതിനെ അനുഭവിക്കുന്നത്. ബാക്കിയുള്ളവർ മുഴുവനും ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കാനും ഇതിനു വേണ്ടി ചെലവഴിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും മാത്രം വിധിക്കപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ മതങ്ങൾക്ക് വേണ്ടിയല്ല, മതം മനുഷ്യന് വേണ്ടിയാണ്. എപ്പോഴാണോ മനുഷ്യനെ മതം മറക്കുന്നത്, അപ്പോൾ ഈ മതം ഇല്ലാതാകണം. അല്ലെങ്കിലും മതം എന്ന് പറയുന്നത് മനുഷ്യന് ഇന്ന് അനിവാര്യമായൊരു സംഗതിയാണോ എന്ന് ചോദിച്ചാൽ അനിവാര്യമാണെന്നും പറയാൻ കഴിയില്ല. ആധ്യാത്മികത മതി മനുഷ്യന്. മതാതീതമായ ഒരു ആധ്യാത്മികത ഉണ്ടായാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന സത്യത്തെ കാണുക എന്നുള്ളതാണ്. ദൈവം മനുഷ്യന് വേണ്ടിയാണ്, മതം മനുഷ്യന് വേണ്ടിയാണ്, വേദം മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനെന്ന് പറയുന്ന സത്യത്തെ കാണുക. ഇസ്ലാമിൽ തൗഹീദ് എന്നൊരു സങ്കല്പമുണ്ട്, ഏകദൈവ വിശ്വാസം, ഏകദൈവത്വം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഏകദൈവത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏകതയെക്കുറിച്ച് പറയാനല്ല, മനുഷ്യരുടെ ഏകതയെക്കുറിച്ച് പറയാനാണ്. ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവും ഇല്ലതിൽ എന്ന് പറഞ്ഞതുപോലെ സകല മനുഷ്യരും മിന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുകയല്ല, മനുഷ്യനെക്കുറിച്ച് പറയുകയാണ് വേണ്ടത്, മനുഷ്യനെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. മതങ്ങളെ വിമർശിക്കാനുള്ള, ജനാധിപത്യപരമായി മതങ്ങൾക്കകത്തുള്ള, അത് മുസ്ലിം മതത്തെ മുസ്ലിം തന്നെ വിമർശിക്കണം എന്നൊന്നുമില്ല. ഇസ്ലാം മതത്തിന് ഉള്ളിൽ മനുഷ്യത്വ വിരുദ്ധമായ വല്ല കാര്യങ്ങളും കാണുന്നുവെങ്കിൽ ഇവിടെ അതിനെ കണ്ടു നിൽക്കുന്ന കാണികളായിട്ടുള്ള മനുഷ്യർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. ആ അർത്ഥത്തിൽ മതത്തിൻ്റെ പ്ലാറ്റ്ഫോം വിശാലമാക്കണം. വിമർശിക്കുമ്പോഴേക്ക് തകർന്നു പോകുന്ന ഒന്നാണെങ്കിൽ അത് തകരാനുള്ളതല്ലേ, പിന്നെ അതിന് നിലനിൽക്കാൻ അർഹതയില്ലല്ലോ. വിമർശനാത്മകമായി മതത്തെ കാണുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള മാർഗം. മതങ്ങൾ നവീകരിക്കപ്പെടണം. നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ മതം ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചരിത്രാതീതമായ കാലം മുതലേ മനുഷ്യൻ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു.
അപ്പോൾ അതിനെ നവീകരിച്ച് മനുഷ്യൻ മാറുന്നതിനനുസരിച്ച്, കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മതത്തെ കൂടി അതിനുള്ള ഒരു ബലം നൽകുക, ആത്മബലം നൽകുന്ന വിധത്തിൽ അതിനെ നവീകരിച്ച് പോവുകയാണ് വഴി. അല്ലാതെ 10-15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ടൂളുമായിട്ട് പോവുകയല്ല. ടൂള് പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോഴേ മനുഷ്യനനുസരിച്ച്, മനുഷ്യൻ്റെ വേഗതയ്ക്കനുസരിച്ച് മതങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, മതങ്ങൾ പിറകെ മുടന്തിക്കൊണ്ടിരിക്കുന്നു. ആ മുടന്തിപ്പോകുന്ന മതങ്ങൾക്ക് പൊയ്ക്കാലുകളെങ്കിലും വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വാമി, ചോദ്യത്തിനുള്ള മറുപടിയിൽ മതങ്ങൾ വിമർശനത്തിന് അതീതരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു മതത്തിലുള്ള കാര്യങ്ങളെ ആ മതത്തിലുള്ള ആളുകൾ മാത്രം വിമർശിക്കുക എന്ന് പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ മതം ആത്യന്തികമായി മനുഷ്യനെ നവീകരിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് സ്വയം നവീകരിക്കാനായിട്ടാണ്. അപ്പം നമ്മളെ ആചാരത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ പറഞ്ഞതുപോലെ ജ്ഞാനപരത അല്ലെങ്കിൽ ദർശനം അല്ലെങ്കിൽ വിഷൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അതീന്ദ്രിയമായ ജ്ഞാനം, അതാണ് യഥാർത്ഥത്തിലൊരു മതത്തിൻ്റെ അകക്കാമ്പ്, ആത്മീയതയുടെ അടിസ്ഥാനം. അതാണ് പറഞ്ഞത് മതാതീത ആത്മീയത. മതമില്ലെങ്കിലും ആത്മീയതയുണ്ട്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിക്കുക എന്നുള്ളതാണ്. ആത്മാവ് അനശ്വരമാണ്. ശരീരം എപ്പോൾ വേണമെങ്കിലും അവസാനിച്ചു പോകുന്ന ഒന്നാണ്. അപ്പോൾ അനശ്വരമായി നിൽക്കുന്ന ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന വചനങ്ങളും ദർശനങ്ങളും ജ്ഞാനപരതകളും ആണ് ആത്യന്തികമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെന്ന് പറയുന്നത് മതത്തിന് വേണ്ടി മാത്രമല്ല, അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി കൂടിയാണ്. അവരെ നേരായ, ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കടന്നു പോകേണ്ട വഴികൾ, മാർഗങ്ങൾ, അല്ലെങ്കിൽ തെറ്റുകൾ, ശരികൾ എന്നൊക്കെ പറയുന്നത് പോലെ മതത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെന്ന് പറയുന്നത് അതിനകത്ത് അവരെ പിടിച്ചു നിർത്താനും സ്വയം ഒരു വിശ്വാസിക്ക് മാർഗഭ്രംശനം കൂടാതെ നിലനിൽക്കുവാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇപ്പം അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളിലാണെങ്കിലും വ്യക്തമായ ചിട്ടവട്ടങ്ങളും, ഇപ്പോൾ നൊയമ്പാണെങ്കിലും വ്രതാനുഷ്ഠാനങ്ങളാണെങ്കിലും മറ്റുള്ള ബലികളാണെങ്കിലും ഒക്കെ ആളുകൾക്കങ്ങനെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ പ്രത്യേകമായി നിജപ്പെടുത്തിയിരിക്കുന്നു. ആളുകൾ വഴിതെറ്റിപ്പോകാൻ പാടില്ല. അതിൽ ആ വിശ്വാസത്തിൽ തന്നെ, അനുഷ്ഠാനത്തിൽ തന്നെ, ആചാരത്തിൽ തന്നെ പിടിച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ആളുകൾ അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നതിനേക്കാൾ ഉപരിയായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഫോഴ്സ്ഫുള്ളി ആളുകളെ അത് ചെയ്യിപ്പിക്കുകയും പിന്നീട് അത് അധികാരത്തിൻ്റെ മുഖമുദ്രയായി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ആദ്യം തിരുമേനിയോട് ചോദിച്ചത് തിരുവസ്ത്രം അല്ലെങ്കിൽ ശിരോവസ്ത്രം. ആ വസ്ത്രമിടുന്നത് മതത്തിൻ്റെ, അപ്പം ഞാൻ ഈ വസ്ത്രമിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ മഞ്ഞ വസ്ത്രം ഇടുന്നത് ആ മതത്തിൻ്റെ അധികാരമുദ്രയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ മത്സരിക്കുവാൻ വേണ്ടിയിട്ടല്ല. ആ വിശ്വാസം, ഇപ്പം ഞങ്ങളുടെ ഈ വസ്ത്രം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ കളർ, ഇപ്പോൾ തിരുമേനിയുടെ കളർ ഇതാണെങ്കിൽ എൻ്റെ ഈ കളർ, ഈ സാഫ്രോൺ അല്ലെങ്കിൽ ഈ കളറെന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ എന്താ പറയുക, സിംഹത്തിൻ്റെ നിറമാണ്. ഒരു തരത്തിൽ മണ്ണിൻ്റെ നിറമാണ്. സിംഹത്തിൻ്റെ നിറത്തെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, മണ്ണിൻ്റെ നിറത്തെ നമ്മൾ എടുക്കണം. ചെളിയുടെ നിറമാണ്, പരിതസ്ഥിതിയുടെ നിറമാണ്. അപ്പോൾ ആ സന്യാസിയുടെ വസ്ത്രമെന്ന് പറയുന്നത് മണ്ണിനോട്, ഇപ്പോൾ കാവി എന്ന് പറയുന്നത് മണ്ണാണല്ലോ, അപ്പോൾ കാവി വസ്ത്രം അതിനോട് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള നിറങ്ങളോട് പ്രകൃതിയുമായി അല്ലെങ്കിൽ മനുഷ്യൻ്റെ കോറുമായി അല്ലെങ്കിൽ സൃഷ്ടിയുമായി അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായ ഒരു കാര്യത്തെ പ്രതീകവൽക്കരിക്കുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ പറയുക, അധികാരസ്ഥാനം, മതത്തിലുള്ള അല്ലെങ്കിൽ ആത്മീയതയിലുള്ള അധികാരസ്ഥാനമെന്ന് പറയുന്നത് നേരത്തെ തിരുമേനി പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. അവരുടെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതാണെങ്കിലും അതിൻ്റെ ജ്ഞാനപരത എന്ന് പറയുന്ന വാക്ക് പറഞ്ഞ സമയത്ത് എനിക്ക് പറയാൻ തോന്നിയതാണ്.
അതിൻ്റെ അകക്കാമ്പായിട്ടുള്ള ആത്മീയതയെ ഒരിപ്പോൾ വിശ്വാസികളായിരിക്കുന്ന ആളുകളാണെങ്കിൽ പറയും, നമ്മളിപ്പോൾ ഒരു പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് അനുഭവങ്ങളുണ്ടാകും. അതിനാണല്ലോ ആളുകൾ അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ പോകുന്നത്, അവർക്ക് അനുഭവം ഉണ്ടാകണം. ആ അനുഭവത്തെ ഊതിക്കത്തിക്കാൻ ആസ്പദമായ നിലയിൽ ആ ക്ഷേത്രത്തെയോ ആ ദേവാലയത്തെയോ ആ പള്ളിയെയോ ആത്മീയമായി നിലനിർത്തുക എന്ന് പറയുന്നതാണ് പുരോഹിതന്മാരുടെയും അല്ലെങ്കിൽ സന്യാസിമാരുടെയും. ഇപ്പോൾ ശിവഗിരിയാണെങ്കിലും ഇപ്പോൾ ശാന്തിഗിരി ആശ്രമമാണെങ്കിലും അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിലും ഏത് ഹിന്ദു ട്രഡീഷനിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും അതുപോലെ പാളയം പള്ളിയാണെങ്കിലും ഏതൊക്കെ ആത്മീയ കേന്ദ്രങ്ങളാണെങ്കിലും അവിടെ വരുന്ന ആളുകളുടെ ആത്മീയതയെ പ്രകാശിപ്പിക്കുവാൻ, അവരുടെ ദർശനങ്ങളെ വികസിപ്പിക്കുവാൻ, അവരുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകുവാൻ, ഏത് കാര്യം കേൾക്കുന്ന സമയത്തും ആത്മീയമായി അതിനെ കാണുവാൻ, അതിനോട് പ്രതികരിക്കുവാനൊക്കെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അല്ലാതെ അതിനകത്ത് രാഷ്ട്രീയം പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയം കാണാനോ അതിനനുസരിച്ച് പ്രതികരിക്കാനോ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ പരസ്പരം അതിനെ ഊതിക്കത്തിക്കാനോ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആധ്യാത്മിക അധികാരികളുടെ റോളെന്ന് പറയുന്നത്. അങ്ങനെ അല്ല എന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഇപ്പോൾ ഈ നമ്മുടെ ഈ പാനൽ പോലും എടുത്തു നോക്കിയാൽ ഉള്ളൊരു പ്രശ്നമുണ്ട്. അത് ആത്മവിമർശനമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പറയാണ്, ഇതിനകത്തൊരു സ്ത്രീ സാന്നിധ്യമില്ല. ഇത് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം അതുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മതത്തിൻ്റെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ എവിടെയാണ് സ്ത്രീ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് മതത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും സ്ത്രീ അകറ്റി നിർത്തപ്പെടുന്നത്? എവിടെയാണ് സ്ത്രീയുടെ സ്ഥാനം? അങ്ങനെ അകറ്റി നിർത്തലുണ്ടോ മതത്തിനകത്ത്, ആത്മീയതക്കകത്ത്? എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി സ്ത്രീ വിരുദ്ധമാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ചെറിയ അപവാദങ്ങൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചെങ്കിലും അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും സ്ത്രീ വിരുദ്ധമായ ആശയങ്ങളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അവിടെയാണ് മതങ്ങളും ആത്മീയതയും തമ്മിലൊരു വേർതിരിവ് ആവശ്യമാണ്. ഇപ്പോൾ ബൈബിളിൽ 2 ട്രഡീഷൻസ് ഉണ്ട് പ്രധാനമായിട്ട്. ഒന്ന് പ്രൊഫറ്റിക്കാണ്, പ്രവാചകന്മാരുടെ ഒരു ധാരയുണ്ട്. 2 ക്ലെറിക്കലിസമാണ് അല്ലെങ്കിൽ പൗരോഹിത്യമാണ്. ഈ പൗരോഹിത്യധാര മേൽക്കൈ നേടി പ്രവാചകധാര എന്ന് പറയുന്നത് നീതിയോടൊപ്പമാണ്, സമത്വത്തോടൊപ്പമാണ്, ജനങ്ങളോടൊപ്പമാണ്. അതിനെ അട്ടിമറിച്ചാണ് പൗരോഹിത്യം അതിൻ്റെ തേർവാഴ്ച നടത്തിയത്. ഈ പൗരോഹിത്യം അതിൻ്റെ തേർവാഴ്ച നടത്തുന്നതാണ് ആത്മീയത മതമാകുന്നത്. ഈ മതങ്ങളെല്ലാം, എൻ്റെ മതം ഉൾപ്പെടെ എല്ലാം സ്ത്രീ വിരുദ്ധമായ ആശയങ്ങളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും സ്ത്രീകളുടെ സമത്വവും വിമോചനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു താല്പര്യമെടുത്ത് സെൻസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു. അതിനൊരു മാറ്റം വരണമെങ്കിൽ ആധ്യാത്മികത, പ്രവാചക ആധ്യാത്മികത തിരിച്ചുകൊണ്ട്, യേശുക്രിസ്തു ഒരു യഹൂദനായിട്ടാണ് പിറന്നത്. യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് സ്ത്രീകളോട് മിണ്ടാൻ പാടില്ല, പ്രത്യേകിച്ച് വേറൊരു ജാതിയിൽപ്പെട്ട സ്ത്രീയോട് മിണ്ടാൻ പാടില്ല എന്നുവരെ നിയമമുണ്ടായിരുന്നിടത്താണ് കീഴ്ജാതിയിൽ ഇൻവേർട്ടഡ് കോമായിൽ പെട്ട ഒരു ശമരിയാക്കാരി സ്ത്രീയെ കാണുമ്പോൾ സംസാരിക്കുക മാത്രമല്ല അവളുടെ കയ്യിൽ നിന്ന് വെള്ളം കൂടെ വാങ്ങി കുടിക്കുന്ന യേശുക്രിസ്തു ഇത്തരം ആണാധിപത്യ മൂല്യങ്ങളെല്ലാം വെല്ലുവിളിച്ച് അതിനെയൊക്കെ നിരാകരിച്ചു കൊണ്ടുവന്ന ഒരു ആധ്യാത്മികതയാണ് ഞങ്ങളെല്ലാവരുടെ ഒരു പുരുഷാധിപത്യ മതമാക്കി മാറ്റിയത്. അതെല്ലാ മതങ്ങൾക്കും ബാധകമായൊരു ക്രിറ്റിസിസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ പൗരോഹിത്യത്തിൻ്റെ, ക്ലെറിക്കലിസത്തിൻ്റെ, അത് മറ്റെല്ലാ അധികാര സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു തകർച്ച ഉണ്ടാവണം. അതിന് പൗരോഹിത്യ മതമില്ലാതാവുകയും പ്രവാചകന്മാരുടെ സാമൂഹ്യനീതിയുടെയും തുല്യനീതിയുടെയും ലിംഗനീതിയുടെയും പാരിസ്ഥിതിക നീതിയുടെയും സാമ്പത്തിക നീതിയുടെയും ഒക്കെ മതം, ആധ്യാത്മികത പ്രചരിപ്പിക്കുന്ന പ്രൊഫറ്റിക് ട്രഡീഷൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. അതിന് പക്ഷേ ഞാൻ ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന പൗരോഹിത്യ മതം തകരണം. സാഹിബ്, മതം സ്ത്രീ വിരുദ്ധമാണോ?
തിരുമേനി പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. മതങ്ങൾ സ്ത്രീവിരുദ്ധമാണ് അതിൻ്റെ തുടക്കം മുതലേ. എന്നാൽ പ്രവാചക കാലഘട്ടങ്ങളിൽ, വേദ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഖുർആനിൽ ഇസ്ലാമികമായിട്ട് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർ മാത്രമാണ് പ്രവാചകന്മാരെന്നാണ് ഈ ക്ലർജി സിസ്റ്റം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകകളെ കാണാം. യേശുവിൻ്റെ മാതാവായ മേരി പ്രവാചകയായിട്ടാണ് ഖുർആൻ പറയുന്നത്. അതുപോലെ മോസസിൻ്റെ അമ്മ യുക്കാബദ് പ്രവാചകയായിരുന്നു. ആദമിൻ്റെ ഇണയായിട്ടുള്ള ഹവ്വ പ്രവാചകയായിരുന്നു. അപ്പോൾ പ്രവാചകകളുടെ നീണ്ടൊരു ചരിത്രം. ഹാഗാർ, ഇബ്രാഹിം നബിയുടെ, അബ്രഹാം പ്രവാചകൻ്റെ ഭാര്യ ഹാഗാർ പ്രവാചകയായിരുന്നു. ഈ പ്രവാചകകളൊക്കെയും ഫറോവയുടെ ഭാര്യയായ സാറ പ്രവാചകയായിരുന്നു. പക്ഷേ ഈ പ്രവാചകകളെയൊക്കെ മാറ്റി നിർത്തി അവരൊക്കെയും കേവല അനുയായികൾ മാത്രമാണെന്നും പുരുഷന്മാർ മാത്രമാണ് പ്രവാചകന്മാരെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം സ്ത്രീക്ക് പ്രവാചകയാകാനുള്ള യോഗ്യതയില്ല എന്നാണ് പറയുന്നത്, അവരുടെ ശാരീരികമായ ചില പ്രത്യേകതകൾ മൂലം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്ത്രീകളെ മതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അവർ കേവലം പുരുഷന്മാരുടെ സഹായികളോ പരിചാരകരോ മാത്രമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മതങ്ങൾ എക്കാലവും പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ മോഡറേറ്റർ പറഞ്ഞതുപോലെ ഈ ഒരു വേദിയിൽ പോലും സ്ത്രീ സാന്നിധ്യമില്ലാതെ പോകുന്നത്. മതം എവിടെ ചർച്ച ചെയ്യപ്പെടുന്നോ അവിടെയൊക്കെ മതത്തെ പ്രതിനിധീകരിക്കുന്നത് പുരുഷന്മാർ മാത്രമായിരിക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ മതത്തെ പ്രതിനിധീകരിക്കുകയും മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലം വരണമെങ്കിൽ നേരത്തെ തിരുമേനി പറഞ്ഞതുപോലെ പ്രവാചക പാരമ്പര്യത്തെ, ജ്ഞാന പാരമ്പര്യത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകളുടെ പള്ളിപ്രവേശനം, ഇസ്ലാമിൽ വലിയ ചർച്ചയാണ് സ്ത്രീകളുടെ പള്ളിപ്രവേശനം. ഇത് എങ്ങനെ ചർച്ചയായി എന്ന് ചോദിച്ചാൽ പള്ളി പുരുഷന്മാരുടേതാണ്, പള്ളി പുരുഷൻ്റേതാണ്, ഞങ്ങൾ അനുവദിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം എന്നുള്ള നിലക്കാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനമുള്ള പള്ളികളുണ്ട്, നിങ്ങൾക്ക് പലയിടത്തും കാണാം. ഈ മുജാഹിദ് പള്ളി, ജമാഅത്ത് ഇസ്ലാമി പള്ളി എന്നൊക്കെ പറയുന്ന പള്ളി, അവിടെ എവിടെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം? പുരുഷന്മാരെ പോലെ മുഖ്യവാതിലൂടെ അവർക്ക് കടക്കാൻ പറ്റില്ല. അവർക്ക് ഇടുങ്ങിയൊരു വഴി, ഇടുങ്ങിയൊരു വാതിൽ, അങ്ങനെ ഇടുങ്ങിയ വഴിയിലൂടെ ഇടുങ്ങിയ വാതിലിലൂടെ ആരും കാണാതെ കടന്ന് എന്ന് പ്രാർത്ഥിച്ചു പോരാൻ, ഇതാണ് സ്ത്രീകൾക്കുള്ള പ്രവേശനം. എന്നാൽ മക്കയിലെ പള്ളിയിൽ, മദീനയിലെ പള്ളിയിൽ, പ്രവാചകൻ്റെ പള്ളികളിൽ പുരുഷന്മാരെ പോലെ ഒന്നിച്ച് അകത്ത് കയറാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് അവിടെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഒന്നിച്ച് ഇറങ്ങിപ്പോരാനും അനുവാദമുണ്ടായിരുന്ന കാലമുണ്ട്. അത് ഇപ്പോഴും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് അന്നത്തെ കാലത്താണെന്നും അത് അന്ന് നല്ല സ്ത്രീകളായിരുന്നുവെന്നും ഇന്നത്തെ സ്ത്രീകളൊക്കെ മോശക്കാരാണെന്നും ഇന്നങ്ങനെ സംഭവിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടാണ്. ഈ അർത്ഥത്തിൽ സ്ത്രീകളെ എല്ലായിടത്തു നിന്നും, പള്ളി പുരുഷൻ്റെതാണ്, ദൈവം പുരുഷൻ്റെതാണ്, പ്രവാചകൻ പുരുഷൻ്റെതാണ്, പ്രവാചകൻ പുരുഷനാണ്, വേദം പുരുഷന് വായിക്കാനുള്ള, സ്ത്രീകൾക്ക് വേദം തൊടാൻ പറ്റാത്ത സമയം പോലും ഉണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ സ്ത്രീകൾക്ക് വേദം തൊടാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലം അവൾ വേദശൂന്യായിട്ട് ജീവിക്കണം എന്നാണ്. ഇങ്ങനെ ദൈവത്തെ വിളിക്കാൻ പറ്റാത്ത, ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത, നിസ്കരിക്കാൻ പറ്റാത്ത, സുജൂദ് ചെയ്യാൻ പറ്റാത്ത സമയമുണ്ടെന്നാണ്. ഇങ്ങനെ സ്ത്രീകളെ എല്ലായിടത്തു നിന്നും അശുദ്ധമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന പ്രവണത മതങ്ങളുടെ വ്യാഖ്യാനങ്ങളിലുണ്ട്. അത് തീർച്ചയായും പ്രവാചക പാരമ്പര്യത്തിലുള്ളതല്ല. അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് തിരുത്തുന്നതിന് വേണ്ടി സ്ത്രീകൾ മുന്നോട്ട് വരണം. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ, എന്നെപ്പോലുള്ള ധാരാളം ആളുകളുണ്ട്, ഇത് മുന്നോട്ട് വെക്കുമ്പോൾ ഇതിനെ എതിർക്കുന്നത് പുരുഷന്മാരല്ല. ഇത് സാധാരണ എല്ലായിടത്തും പറയാറുള്ളതാണ്, പുരുഷന്മാരല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ ഈ സ്ത്രീകൾ, അടിമ മനസ്സ് വെച്ച സ്ത്രീകൾ, സ്ത്രീകളെ സംഘടനകൾ വളർത്തിയിട്ടുണ്ട്, മതങ്ങൾ വളർത്തിയിട്ടുണ്ട്. ശബരിമലയിലേക്ക് ഞങ്ങൾക്ക് കയറേണ്ടതില്ല, പള്ളിയിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള സൗകര്യമൊക്കെ മതി, ഞങ്ങൾക്ക് ആർത്തവകാലത്ത് നിസ്കരിക്കേണ്ടതില്ല, ഞങ്ങൾക്ക് ആർത്തവകാലത്ത് ഖുർആൻ വായിക്കേണ്ടതില്ല എന്ന് പറയുന്ന മനസ്സിൽ നിന്ന് മാറുകയും, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എങ്ങനെയാണ് രണ്ടാം കിട പൗരന്മാരാകുന്നത് എന്ന് സ്വതന്ത്ര മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളരുകയും വേണം. യഥാർത്ഥത്തിൽ ഇന്നുള്ള മതങ്ങൾ സ്ത്രീ വിരുദ്ധം തന്നെയാണ്, യാതൊരു സംശയക്കാര്യത്തിലില്ല. സ്വാമിജി, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മതവും സ്ത്രീകളും ആത്മീയതയൊക്കെ തമ്മിൽ വേർപെട്ട് പോയത്? താങ്കളിപ്പോൾ പറഞ്ഞ ഇവിടെ ഒരു സ്ത്രീ സാന്നിധ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ മോഡറേറ്റർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് പകരമായിട്ട് ഒരാൾ വരാം, പക്ഷെ ഞങ്ങൾക്ക് പകരമായിട്ട് ആര് വരും? അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നം. ഇപ്പോൾ ഞാനൊരു സന്യാസി എന്നുള്ള നിലയിൽ ആത്മീയ ഒരു പ്രസ്ഥാനത്തെയും ഒരു ഹൈന്ദവ സമൂഹത്തെയൊക്കെ പ്രതിനിധീകരിക്കുന്നു. തിരുമേനി ക്രിസ്തീയ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു.
ഇദ്ദേഹം ഇസ്ലാം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു. പക്ഷേ അങ്ങനെ ആധ്യാത്മിക രംഗത്ത് ഏതെങ്കിലും ആ നിലയിൽ പ്രതിനിധീകരിക്കുവാൻ യഥാർത്ഥത്തിൽ സ്ത്രീകൾ വളരെ കുറവാണ്. സ്ത്രീകളില്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ആ പ്രശ്നമെന്ന് പറയുന്നത് അത് മതത്തിൽ മാത്രമല്ല, നമ്മൾ കാലാകാലങ്ങളായി പിന്തുടരുന്ന ഈ പ്രാമാണികതയുടെ ഒരു ബാക്കി പത്രമായി സംഭവിച്ചിരിക്കുന്ന കാര്യമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇദ്ദേഹം പ്രവാചകൻ്റെ വഴികളിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. തിരുമേനി ആധ്യാത്മിക വഴികളിൽ മതത്തിൻ്റെ പാതയിൽ അവരുടെ അസാന്നിധ്യവും അവർ നേരിടുന്ന കാര്യങ്ങളുമൊക്കെ സൂചിപ്പിച്ചു. ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരം ആദ്യകാലത്ത് ഈ സന്യാസത്തിൻ്റെ തപോവാടങ്ങളിൽ വലിയ സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അനസൂയ, ഗാർഗി, മൈത്രി എന്നൊക്കെ പറയുന്ന പതിവ്രത രത്നങ്ങൾ അല്ലെങ്കിൽ സന്യാസിനിമാരായിട്ടുള്ള ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നീതിയുടെ ദേവത. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കോടതിയിലൊക്കെ വെച്ചിരിക്കുന്നുണ്ട് നീതിയുടെ ദേവത. അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഏറ്റവും പവിത്രമായി കണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഭാരതം. അത് കഴിഞ്ഞ സമയത്താണ് നേരത്തെ പറഞ്ഞ വർണ്ണാശ്രമധർമ്മവും ചാതുർവർണ്ണയവും ഒക്കെ ഇവിടെ കടന്നു വരുമ്പോഴാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പേരിൽ, ജോലിയുടെ പേരിലൊക്കെ ആളുകളെ പല പ്രകാരങ്ങളിൽ വിഭാഗികമായി വേർതിരിച്ചുകൊണ്ട് ഈ ജനങ്ങളെ പല പ്രകാരങ്ങളിൽ ഇല്ലാതാക്കി കളഞ്ഞതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് വർണ്ണാശ്രമധർമ്മം. ആ വർണ്ണാശ്രമധർമ്മത്തിലാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറയുന്ന ജാതികളും ഉപജാതികളും ഒക്കെ ഉണ്ടായത്. അപ്പോൾ വലിയ ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ ദൈവം, ചെറിയ ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെറിയ ദൈവം. ആരാധനയുടെ പേരിൽ പോലും ഈ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാക്കി. അങ്ങനെ വന്ന സമയത്ത് സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഈ ആധ്യാത്മികതയുടെ പൊതുധാരയിൽ നിന്നും മാറുകയും പിന്നീട് എന്താ സംഭവിക്കുന്നത്, ഈ ദേവദാസികൾ ഉണ്ടാകുന്നത്, വേദവാഹിനികൾ എന്ന് പറയുന്ന സ്ത്രീകളെ നമ്മുടെ രാജ്യത്ത് പിന്നെ കാണുന്നത് ദേവദാസികളായിട്ടാണ്. രാജാക്കന്മാരുടെ ഈ വലിയ കൊട്ടാരങ്ങളിൽ പോയിട്ട് ദാസിയാട്ടം നടത്തുക എന്നുള്ള രീതിയിലേക്ക് സ്ത്രീകൾ അധപ്പതിക്കുകയും, പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോൾ ബുദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും, ജൈന പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞാലും, സിഖ് പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞാലും, ഹിന്ദു പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞാലും, ഇതിനകത്തെ ഏതൊക്കെ ഉൾപ്പിരിവുകളെക്കുറിച്ച് പറഞ്ഞാലും, ഇതിനകത്തൊന്നും നമുക്ക് ആത്മീയതയിൽ സ്ത്രീകളെ കാണുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കാലാകാലങ്ങളിൽ, ഇപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, കാലാകാലങ്ങളിൽ ഇവിടെ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് വരുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകളെ ഈ മേൽക്കോയ്മകൾ യഥാർത്ഥത്തിൽ അവരെ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ അവരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതിനകത്തൊന്നൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല. എല്ലാ മതങ്ങളിലും അതുപോലെ തന്നെയാണ് ആ ക്രമത്തെ പ്രത്യേകിച്ചും ആക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ പൊതുവെ വിശ്വാസത്തിൽ ഇതുപോലെയുള്ള പരിമിതികൾ നേരിടുന്നു എന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ 3 പേരും തള്ളി, 4 പേരും തള്ളി. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന് ഇവർ മറുപടി പറയും. എനിക്ക് ഈ മതത്തെക്കുറിച്ചൊന്നും പറയാനുള്ള വലിയ ധാരണയില്ല, ഇവർ 3 പേരും പറയും. ഓക്കെ, അമ്മു. എല്ലാവർക്കും നമസ്തേ. ഞാൻ അഭിജിത്ത് പ്രദീപ്, പാങ്ങോട് കേന്ദ്ര വിദ്യാലയത്തിൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് നിങ്ങൾ 3 പേരോടും ചോദിക്കേണ്ട ചോദ്യം, ഇന്ന് എല്ലാ മതത്തിലുള്ളവരും അവരുടേതായി രാജ്യങ്ങൾ വേണമെന്നും അവരുടേതായി ഒരു പുതിയ ലോകം വേണമെന്നും ഒരു സ്വാർത്ഥ ചിന്താഗതിയിലേക്ക് പോകുന്ന പ്രവണത കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വന്ന് എല്ലാ മതക്കാർക്കും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ചിന്താഗതിയിലേക്ക് തിരിച്ചു വരുവാൻ ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ചോദ്യം. മോൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും എല്ലാവരും അവരവരിലേക്ക്
മാറിപ്പോകുന്ന സാഹചര്യത്തിൽ ലോകത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ സന്തോഷപ്രദമായി ജീവിക്കുവാൻ കഴിയുന്ന ഒന്നായി ഈശ്വര വിശ്വാസത്തെ മാറ്റിയെടുക്കണമെന്നും ഈശ്വര വിശ്വാസമെന്ന് പറയുന്നത് മനുഷ്യനെ പരസ്പരം വ്യത്യാസപ്പെടുത്താനോ ഇന്ന ആളുകൾ തങ്ങളാണ് വലുത് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെറുതാണ് എന്നുള്ള നിലയിൽ മനുഷ്യനെ മാറ്റി നിർത്താനോ ഒന്നുള്ളതല്ല. അപ്പോൾ ലോകത്ത് നന്മ പകരണം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ വിശ്വാസക്രമങ്ങളും മതങ്ങളും അതനുസരിച്ച് അതിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ അതിൻ്റെ സംബോധനകളെയും അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു സമഭാവനയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ മോൻ പറഞ്ഞ പോലെ ആ ഒരു ആശയത്തിലേക്കോ ഐക്യത്തിലേക്കോ നമുക്ക് എത്തുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും. അഭിജിത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. അഭിജിത്തിൻ്റെ ചോദ്യം ഏറെ മാനങ്ങളുള്ള ചോദ്യമാണ്. പുതിയ തലമുറയെ പ്രതിനിധീകരിക്കുന്ന ചോദ്യമാണത്. യഥാർത്ഥത്തിൽ ഇത് വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് മതങ്ങൾ തങ്ങളുടേത് എന്ന സ്വാർത്ഥതയിലേക്ക് പോകുന്നു? എന്തുകൊണ്ട് മാനവികതയിലേക്ക് വളരുന്നില്ല എന്നാണ് ചോദ്യത്തിൻ്റെ കാതൽ. യഥാർത്ഥത്തിൽ ഇത് ഒരു സ്വപ്നമല്ല, ഒരു നിർദ്ദേശമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മതങ്ങളെ നയിക്കുന്ന അധികാര സ്ഥാപനങ്ങളോടുള്ള പുതിയ തലമുറയുടെ നിർദ്ദേശമാണത്. നിങ്ങൾ മാറണം. നിങ്ങളുടെ തുരുത്തുകളിലേക്ക് ചുരുങ്ങാതെ നിങ്ങൾക്ക് മാനവികതയെ ഉൾക്കൊള്ളുന്ന, എന്തുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ഒരു പള്ളി, മനുഷ്യർക്ക് വേണ്ടി ഒരു അമ്പലം, മനുഷ്യർക്ക് വേണ്ടി ഒരു ചർച്ച്, എന്നിട്ട് അവരവർക്ക് ഓരോരുത്തർക്കും കഴിയുന്ന വിധത്തിൽ അവിടെ ഇപ്പോൾ എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയുന്ന ആരാധനാലയങ്ങളുണ്ട്, ചർച്ചുകളും പള്ളികളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ സന്ദർശിക്കാനേ പറ്റുള്ളൂ, ആരാധിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവർക്ക് ബോധ്യപ്പെട്ട വിധത്തിൽ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു സർവ്വ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയം എന്തുകൊണ്ടുണ്ടായിക്കൂടാ അഭിജിത്തിൻ്റെ ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ലോകം, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു മതവീക്ഷണം, മതസമന്വയമാണ് ഇനി വേണ്ടത്. മതസൗഹാർദ്ദമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാ ആരാധനാരീതികളും ശരിയാണ് എന്ന് സമ്മതിക്കുന്ന ഒരു വീക്ഷണത്തിലേക്കാണ് അഭിജിത്ത് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. തിരുമേനി കൂടി പറഞ്ഞിട്ട് നമുക്ക് അഭിജിത്തിൻ്റെ കുറിക്കൊള്ളുന്ന ചോദ്യത്തിന് ഞാനും നന്ദി പറയുന്നു. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവീൻ, അവരെ തടയരുത്. എന്തുകൊണ്ടെന്നാൽ അവരുടേതാകുന്നു സ്വർഗരാജ്യം. ഈ ബാലമനസ്സുകളിലാണ് ദൈവത്തെയും ദൈവരാജ്യത്തെയും കാണുവാൻ ഏറ്റവും എളുപ്പം. അത് നിഷ്കളങ്കമാണ്. അങ്ങനെ ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിച്ചത്. ബൈബിളിലൊരു സംഭവമുണ്ട്. യേശുക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് ഒരു വലിയ പുരുഷാരത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു അതിശയത്തിൻ്റെ ഒരടയാളം. അവിടെ ആ ഭാഗം വായിച്ചാൽ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം, അത്രയും ആളുകൾ അവിടെ കൂടിയിരുന്നെങ്കിലും 5 അപ്പവും 2 മീനും എന്നുള്ള റിസോഴ്സ് ഉണ്ടായിരുന്ന ഒരു ബാലൻ്റെ കയ്യിലാണ്, ഒരു ചെറിയ ബാലൻ്റെ കയ്യിലാണ്. അവനത് യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ തയ്യാറാവുകയും അത് പങ്കുവയ്ക്കുവാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ അവിടെ വലിയ ഒരു അത്ഭുതം നടക്കുകയാണ്. ഇതൊരു വലിയ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടെ ആയിട്ട് ഞാൻ റൈസ് ചെയ്യുകയാണ്. നമ്മൾക്കുള്ളത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി മാത്രം സ്വാർത്ഥതയിൽ നമുക്ക് വേണ്ടി മാത്രം കൂട്ടി വയ്ക്കുമ്പോഴാണ് അടയാളങ്ങൾ നടക്കാതെ പോകുന്നത്. ആ ബാലനെ പോലെ എനിക്കുള്ളത് എൻ്റേത് മാത്രമല്ല, എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള ചിന്തയിൽ പങ്കുവയ്ക്കുവാൻ തയ്യാറായപ്പോൾ അവിടെ ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. അതാണ് ക്യാപിറ്റലിസത്തിനെതിരെ നിലപാടെടുക്കുവാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കേണ്ടത്. ഈ കൂട്ടിവയ്ക്കലിൻ്റെയും പൂഴ്ത്തിവയ്ക്കലിൻ്റെയും അക്യൂമുലേഷൻ ഓഫ് വെൽത്ത്, ഈ നിയോ ലിബറൽ ക്യാപിറ്റലിസത്തിൻ്റെയൊക്കെ അതൊക്കെ ഒരു മതമാണ്. അതിനൊക്കെ ഒരു ആധ്യാത്മികതയുണ്ട്, ഒരു കമ്പോളത്തിൻ്റെ നൈതികതയും ആധ്യാത്മികതയും ഉണ്ട്. അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ ബാലനും ഈ അഭിജിത്തും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഞാൻ മാത്രമല്ല, എനിക്കപ്പുറത്ത് നമ്മളെന്നുള്ള ചിന്ത, എല്ലാവരും ഒന്നെന്നുള്ള ചിന്തയിൽ എല്ലാവർക്കും എനിക്കുള്ളത് എല്ലാവരുടെയും കൂടെയാണ്, പൊതുവകയാണ് എന്നുള്ള ആ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ മതത്തിൻ്റെ നല്ല ആധ്യാത്മികതയുടെ വക്താക്കളായിട്ട് മാറുന്നത്. അതിന് അഭിജിത്തിനെ പോലെ ചിന്തിക്കുവാൻ, മനസ്സുകളെപ്പോലെ ചിന്തിക്കുവാൻ നമുക്കും ഒക്കെ ഒരു മനപരിവർത്തനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഒരുപാട് നന്ദി. നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഇത്ര നേരം ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും
എൻ്റെ പേരിലും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അതിഥികളെത്തിയ 3 പേരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.